ഹലോ ഗൈസ്, അപ്പോൾ ഡേ 11 ഇവിടെ അവസാനിക്കുകയാണ്. ഭയങ്കര ടയേർഡാണ്. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 12 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ണൊക്കെ ചുവന്നിട്ട് ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ ഡേ 12 ആയിട്ട് നാളെ നമുക്ക് കുറച്ച് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്. സൂപ്പറാണ് കേട്ടോ. ഷർട്ട് എല്ലാവരും ചോദിക്കുന്നത് സെയിം തന്നെയാണോ എപ്പോഴും ഇടുന്നത്? അതെ, സെയിം തന്നെയാണ്. പക്ഷെ രാത്രി കഴുകും. നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഉള്ള റൂമാണ് എടുത്തിരിക്കുന്നത്. കഴുകും. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഗംഭീരമായിട്ടുള്ള ഉപ്പുമാവാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങള് കിച്ചൺ ഫുള്ള് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. ആ തലയിൽ വെച്ചിട്ടൊന്നല്ല തുടങ്ങിനെ, വണ്ടിയിൽ വെച്ചിട്ട് തുടങ്ങിനെ. അപ്പൊ ഇത് നമുക്കൊരു വെറൈറ്റി ഫീലാണ്. കാരണം ഇവിടുത്തെ ഭക്ഷണം ഞാൻ കഴിക്കുന്നുണ്ട്, ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ കഴിക്കുന്നുണ്ട്. അത് പകല് കഴിക്കും, രാത്രി നമ്മുടെ ഭക്ഷണം തന്നെയാണ് മിക്കവാറും. കാരണം കടുകെണ്ണയിലാണ് ഇവര് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഭക്ഷണം നമ്മളെ കംഫർട്ടായിട്ട് കഴിക്കണമെങ്കിൽ നമുക്ക് ശീലിച്ചേക്കണം. മറ്റൊരു ടേസ്റ്റിന് വേണ്ടി കഴിക്കാം. ഹായ് സൂപ്പർ ഗംഭീരം എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്ര ഗംഭീരമായിട്ട് തോന്നണമെങ്കിൽ അത് ഇവിടെ തന്നെ ജലീലായിട്ട് തന്നെ കഴിക്കേണ്ടി വരുമ്പോ ഗംഭീരമായിട്ട് തോന്നും. ഒരു തരത്തിലും ടേസ്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ന്യൂജൻ ആളുകൾക്ക്. അതാണ് ഇവിടുത്തെ ഭക്ഷണത്തെ പറ്റി പറയാനുള്ളത്. ആലു പൊറോട്ട അല്ലെങ്കിൽ എന്താ പറയാ ചോലി ഭട്ടൂര, പാവ് ബജി, ഇതൊക്കെ നമുക്കിപ്പോ ഇഷ്ടമായി തുടങ്ങി. തൈര് കൂട്ടി കഴിക്കേണ്ടതാണ്. പക്ഷെ അത് ചിലവർക്ക് ഇഷ്ടാവും, കുറെ കഴിക്കുമ്പോ ഇഷ്ടാവും. നമ്മളിപ്പോ ഈ ഷവർമയൊക്കെ നമുക്ക് പഠിച്ചില്ല, നമ്മൾ അറബി ഫുഡൊക്കെ. അതേപോലെ ഭക്ഷണം ഞങ്ങള് കിച്ചണാണ് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിന് ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. 12 ദിവസമായി നമ്മളിവിടെ യാത്ര ആരംഭിച്ചിട്ട്. ഞങ്ങളിപ്പോ ലാസ്റ്റ് എൻഡിലാണ്. ഇപ്പോ നമ്മുടെ രാജസ്ഥാന്റെ എൻഡാണ് ജയ്സാൽമീർ. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് അമൃത്സറിലേക്കാണ്. ഇന്ന് നമ്മളിവിടെ ജയ്സാൽമീർ കാണാം, അതിന്റെ വീഡിയോസ് ആയിട്ട് വരാം. ഓക്കെ, നമ്മളിത് വണ്ടി എടുത്തിട്ട് ഇറങ്ങി. എല്ലാവരും ഉണ്ട്. ഭയങ്കര വെയിലും രക്ഷയില്ലാത്ത വെയിലാണ് പുറത്ത്. നല്ല ചൂടും. പിന്നെ എന്തായാലും 42 ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട്. ഇപ്പോ എന്തായാലും ഇവിടെ വന്നല്ലേ, ഇനിയിപ്പോ ചൂടിങ്ങിയ ചൂട് സ്ഥലങ്ങൾ പോയി കാണാന്ന് വെച്ചിട്ട് നമ്മൾ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. അത് മേടിച്ചിട്ട് നേരെ ബാക്കി കറങ്ങാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട്. 1-2 സ്ഥലങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പോകും നമ്മള്. ഹലോ ഇട്ടാ, ഹലോ ഗായ്സ്, ഇതാട്ടോ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ഇട്ടാ. ഇതാണ് ഇവിടുത്തെ എല്ലാ വീടുകൾക്കും ഒക്കെ ഒരു ഡിസൈനാണ്. മറ്റേ നമ്മുടെ കല്ല് പതിപ്പിച്ച പോലത്തെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ വീടുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. കണ്ടോ, അവിടേക്കുള്ള ചരക്ക് കാണാൻ തോന്നുന്നുണ്ട്. ഇവിടുത്തെ 2 പശുക്കുട്ടന്മാരുണ്ട് ഇവിടെ. ഇതാണ് ഇവിടെ സ്ഥലങ്ങള്. ഇതാണ് ഇവിടുത്തെ ഉള്ളിലത്തെ കണ്ടോ ഒരു പാത്രങ്ങളുടെ ഒക്കെ ഒരു ഏരിയയാണിത്. അമ്മ ഈ ബക്കറ്റാണോ? ബ്രഷ് കഴുകുന്നത് കൊറേ സാധനങ്ങളുള്ളൂ, ആവശ്യമുള്ള എല്ലാ സാധനം ഉണ്ട്. കണ്ടോ ഇതാട്ടോ ഇവിടുത്തെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. ഇവിടുന്ന് കുറച്ച് സാധനം എടുത്തിട്ടുണ്ട്, ഇനിയും എടുക്കാണ്ട്. അപ്പൊ നമ്മളിത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലാണ് നിൽക്കുകയാണ്. ഇവിടെയാണ് കൂടുതൽ സാധനങ്ങളുള്ളത്. കണ്ടോ, ഒരുവിധം നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. എന്തായാലും നോക്കിയോട്ടെ ഗൈസ്. നമ്മുടെ മിലിറ്ററിയുടെ ബേസ് ഏരിയ കേട്ടോ. അതേമാതിരി കുറെ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കഴിഞ്ഞു ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിന്റെ ഉള്ളിൽ ഫുള്ള് മിലിറ്ററിയുടെ ആൾക്കാരെ അവരുടെ സാധനങ്ങൾ ഒരേ ഏരിയയാണ്. മാപ്പിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഭയങ്കര ഒരു ഏരിയ. ഇതാണ് നമ്മൾ വാർ മ്യൂസിയത്തിൽ എൻട്രി ആയിട്ടാ. കണ്ടോ, വാർ മ്യൂസിയത്തിന് എൻട്രി ആണിത്. കണ്ടല്ലേ, പിന്നെ ഉള്ളിലെ പോകുമ്പോ നോക്കാട്ടോ എന്താ അവസ്ഥ. അപ്പോൾ ഇതാണ് ബീരങ്കി ദി ഗെയിംസ് ഓസ്ട്രേലിയൻ്റെ തോട്ടമൊക്കെ ഉണ്ട്. ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രി. മ്യൂസിയത്തിൻ്റെ എൻട്രിയാണ് ഇത്. വേറൊരു ബീരങ്കി അദാനി, സപ്പോർട്ടഡ് ബൈ അദാനിയാണിത് ഗൈസ്. ഇതാണ് വാർ മ്യൂസിയം. മിലിറ്ററിക്കാർ പണ്ട് യുദ്ധം ചെയ്തതിനും ട്രെയിനിങ്ങൊക്കെ ചെയ്ത സ്ഥലമാണിത്. യുദ്ധം ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പണ്ട്. ഇതുണ്ടോ, ഇത് ട്രെയിൻ ചെയ്യുന്ന സ്ഥലം തോന്നുന്നു. മിലിറ്ററിക്കാരെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലം തോന്നുന്നതൊക്കെ. അവിടെ 2 ടാങ്ക് ഇരിക്കുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതാട്ടോ നമ്മുടെ വാർ മ്യൂസിയം. ഇത് കാണുന്നതാണ് വാർ മ്യൂസിയം. ഇതിനുള്ളിലേക്ക് നമ്മളിപ്പോ പോവും. അവിടെ കണ്ടോ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ പറഞ്ഞോണ്ട്. എന്തായാലും നമുക്ക് അടുത്ത് പോയിട്ടെല്ലാം കാണാട്ടാ. ഇപ്പൊ ഗൈസ് നമ്മളിത് ഇപ്പൊ നേരെ
വാർ മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ് ഇവിടെ എല്ലാവരും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇവിടേക്ക് എൻട്രിക്കുള്ള ടിക്കറ്റ് ഇട്ടാ. അപ്പോൾ നമ്മളിവിടുന്ന് കൗണ്ടർ ടിക്കറ്റൊക്കെ മേടിച്ച് നേരെ എൻട്രിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കയ്യിൽ കെട്ടിയിട്ടൊക്കെ വേണം പോവാനായിട്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ മിലിറ്ററിയുടെ ടാങ്കറാട്ടാ, പാകിസ്ഥാൻകാരുടെ ടാങ്കറാണ്. ഇത് അടിച്ചെടുത്തിട്ട് കൊടുന്നിക്കാൻ കൂടാട്ടാ, പാകിസ്ഥാൻകാരുടെ ടാങ്കർ. ഇതാണ് കേട്ടോ പാകിസ്ഥാൻ, ചൈനീസ് ടാങ്കാണ്. ഇത് പാകിസ്ഥാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ്, മനസ്സിലായോ? ഈ ടാങ്കർ ഈ കാണുന്നത് സാധനം ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്കാരെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടില്ല ഇവിടെ. കണ്ടോ, ഇത് നമ്മളെ ഇന്ത്യയുടെ ഒരു ജീപ്പാണ്, മിസൈല് വെച്ചിട്ട് കൊണ്ടുപോകുന്ന ജീപ്പ്. ഈ മൗണ്ടന്റെ മുകളിൽ നിന്നൊക്കെ നമുക്ക് അടിക്കണമെങ്കിൽ ഇതുകൊണ്ട് വെക്കുക. ഈ വണ്ടി ഓടിച്ച് കൊണ്ടുപോയിട്ട് ഈസി ആയിട്ട് ചെന്നിട്ട് വേഗം ചെയ്യാനുള്ളൊരു വണ്ടിയായിരുന്നു കേട്ടോ അത്. കണ്ടോ, ഇതുണ്ടോ നമ്മുടെ ഗണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് ടച്ച് ചെയ്യാം. ഇതൊക്കെ ഒറിജിനൽ അല്ലാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്തായാലും കൊള്ളാം. നമുക്കൊരു ഹെൽമെറ്റ് അതുപോലെ കേൾക്കേണ്ട വെസ്റ്റ് ഉണ്ടോ, വെസ്റ്റ്, ഇതൊരു വെസ്റ്റാണിത്. കണ്ടോ, ഗണ്ണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളീ പബ്ജിയിൽ കാണുമ്പോഴത്താണ്ടല്ലേ ഗൺസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മളിവിടെ ഇന്ത്യ പാക് യുദ്ധം ഇതിനു വേണ്ടി യൂസ് ചെയ്ത ഗൺസ് കേട്ടത്. കണ്ടോ, ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്താ വെച്ചാലേ ഇത് കണ്ടില്ലേ, ഏറ്റവും ഹൈലൈറ്റ് ഈ കാണുന്ന ഈ രണ്ട് ബോക്സിലെടുക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ പിടിച്ചെടുത്ത വെപ്പൺസ് ആട്ടത്. പാകിസ്ഥാൻ നമ്മൾ അടിച്ചെടുത്ത വെപ്പൺസ് പാകിസ്ഥാൻകാരുടെ. കണ്ടോ, മിസൈല്, മോട്ടോ, അതില് ഇതൊക്കെ ഒരു ഗണ്ണിൻ്റെ സൈലൻസർ, അങ്ങനത്തെ ഏരിയകളാണ്. നമ്മൾ ഈ പബ്ജിയിലൊക്കെ കാണുമ്പോൾ സെറ്റപ്പ് മൊത്തം ഇതുപോലത്തെ കുറച്ച് ഡ്രസ്സിന്റെ ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പാട്ടത്. കണ്ടില്ലേ, ഇതൊക്കെ നമ്മളിവിടുത്തെ സുവനേഴ്സ്, പിന്നെ മിലിറ്ററിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇതിന്റെ ഓരോരോ ഷോപ്പുകളായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് മൊത്തം. നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇത് ഏത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഷോപ്പിൽ വേണ്ടാട്ടാ നമ്മുടെ പെഗ് മെഷർ, ഒരു 3 ഗ്ലാസ്, ബിയർ ഓപ്പണർ, എല്ലാം എടുത്ത് സംഭവം കണ്ട. അതിൻ്റെ മിക്സേഴ്സ് കാര്യങ്ങളൊക്കെ, ഐസ് ബോക്സ് കണ്ട, വൈൻ വയ്ക്കാളേ. അപ്പോൾ കഴിച്ച് ഈ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഓരോ സ്റ്റോറീസ് കേട്ടോ, ഓരോ ഭാഗങ്ങളാണ്. കണ്ട, ഇതൊക്കെ കണ്ടില്ലേ, ബൈനോക്കുലേഴ്സ്, പണ്ടത്തെ ഓരോരോ സാധനം, വാട്ടർ ബോട്ടിൽ, ടെലിഫോൺ കണ്ടില്ലേ സാധനം. അവിടെ ഇപ്പുറത്തുണ്ട് കുറച്ച് ഡീറ്റെയിൽസ്, ഐഡന്റിറ്റി, മനസ്സിലായി, ഓരോരോ ഡീറ്റെയിൽസ് ആണ്, പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ. ഈ കാണുന്നതൊക്കെ ഒരു വാറിൽ യൂസ് ചെയ്ത സാധനം കേട്ടോ. ഇത് ഇന്ത്യ പാകിസ്ഥാനിന് എതിരെ ഇന്ത്യ യൂസ് ചെയ്തൊരു വെപ്പണാട്ടോ, മറ്റേ മിസൈൽ ലോഞ്ചർ പോലത്തെ. ഇതാണ് സാധനം. ഇതൊരു ബേസ് പോലെ ഉണ്ടാക്കിയിട്ട് ഇതിൽ കൊണ്ട് വെച്ചിട്ട്, ഇതെന്താ വെച്ചാലേ നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് കണ്ടിട്ടില്ലേ, ഈ കുഴിച്ചിട്ട് മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാക്കിയിട്ട്. എൻ്റെ പൊന്നതൊരു കണ്ണും കാണല്ലേ ഈശ്വരൻ, വീഡിയോക്കായിട്ട് യൂസ് ചെയ്യാൻ കണ്ടിട്ടില്ലേ, അതാണ് സംഭവം. കേട്ടോ, സംഭവം ഇതൊക്കെ നമ്മുടെ ഇന്ത്യക്കാര് ഇന്ത്യൻ ആർമി പാകിസ്ഥാനിന്ന് അടിച്ചെടുത്ത ടാങ്കറാട്ടോ. ഇത് കാരണം ഒന്ന്, ഇത് രണ്ടാ, ഇത് രണ്ടെണ്ണം കണ്ട. പിന്നെ അവിടെ ഒരു ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട് നമ്മുടെ, കണ്ടില്ലേ. പിന്നെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ടാങ്കറാട്ടോ. അത് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും, ഉള്ളിൽ കയറ്റി നോക്കി നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് നമ്മുടെ ടാങ്കറിന്റെ മുകൾ ഭാഗം വരുന്നത്. ഇതിന്റെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടാ. കണ്ട, നമ്മുടെ ടാങ്കറിന്റെ ഉൾഭാഗമാണിത്. ആ മിസൈൽ വെക്കുന്ന ഹോൾഡറാണിത്. അവിടെ എന്ത് ലോഡ് ചെയ്ത് വെക്കുക ചെയ്യാം, കണ്ടല്ലേ. ഇതൊക്കെ കണ്ട, ഇവിടുത്തെ പാൻസസ്, നമ്മുടെ ഇന്ത്യന്റെ പാൻസസ് ആട്ടോ ഇതൊക്കെ. ടാങ്ക് എന്ന് പറയും, പാൻസസ് നമ്മൾ ഗെയിമിൽ പറയുന്നതാണ് ടാങ്ക്. കണ്ടല്ലേ, വെട്ടിവെക്കുന്നതാണ്. ഇത് എത്ര സെറ്റപ്പാണ്. ഇത് ഒരു കോയിലുള്ളത്, ഇത് 2 കോയിലുള്ളത്, രണ്ടെണ്ണം കേട്ടോ.
ഇറങ്ങി നേരെ ടനോട്ട് മാതാ ടെമ്പിൾ കൊണ്ടൊരു ടെമ്പിളുണ്ട് ഇവിടെ വാറ് വേണ്ടി പോകുമ്പോ അവര് മിലിറ്ററിക്കാര് പോയി പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അവിടെ കുറെ ഹിസ്റ്ററിക്ക് നമ്മളവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഇതൊക്കെ ഉണ്ട് ഇവിടുത്തെ പാൻസസ്, നമ്മുടെ ഇന്ത്യന്റെ പാൻസസ് ആട്ടൊക്കെ. ടാങ്ക് എന്ന് പറയും പാൻസ്, നമ്മൾ ഗെയിമിൽ പറയുന്നതാണ് ടാങ്ക്. കണ്ടില്ലേ വെട്ടിയിരിക്കുന്നതാണ്. എത്ര സെറ്റപ്പാണ്. ഇത് ഒരു കോയിലുള്ളത്, ഇത് 2 കോയിലുള്ളത്, രണ്ടെണ്ണം കേട്ടോ. ഇറങ്ങി നേരെ ടനോട്ട് മാതാ ടെമ്പിൾ കൊണ്ടൊരു ടെമ്പിളുണ്ട് ഇവിടെ വാറ് വേണ്ടി പോകുമ്പോ അവര് മിലിറ്ററിക്കാര് പോയി പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അവിടെ കുറെ ഹിസ്റ്ററിക്ക് നമ്മളവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. കമ്പൻ ജ്യൂസ് കുടിക്കാൻ വന്നിരിക്കുക. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, കാരണം വെച്ചാൽ ഭയങ്കര ചൂട പുറത്ത്. അതേ അവിടെ പോയി മാങ്ങ ഫ്രൂട്ട് പിന്നെ അതേപോലെ സവോള ചെറുനിറങ്ങിയൊക്കെ മേടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കരിമ്പൻ ജ്യൂസ് മേടിക്കാന്ന് വന്നിക്കേട്ടാ. ഇതാണ് ഇവിടുത്തെ കരിമ്പൻ ജ്യൂസ് ഇട്ടാ. നല്ല മിന്റിന്റെ ഇലൊക്കെ ഇട്ടിട്ടൊരു മിന്റിന്റെ ഫ്ലേവർ ഉള്ളത്. നമ്മൾ നോട്ടെ. നല്ല മീസിന്റെ അമ്മ ഇവിടെ ഓട്ടാ. തുടച്ച് ഡീസന്റ്. അപ്പോ ഇത് നമ്മ ടാങ്ക് മറ്റേതാട്ടാ, ഈ മിലിറ്ററിയുടെ വണ്ടി കൊണ്ടുപോകുന്ന ഒരു ഇതാണ്, ആൾക്കാർ കൊണ്ടുപോകുന്ന വണ്ടിയാണത്. മിലിറ്ററിയുടെ ബസ്സാട്ടെ പോണത്. ബസ് മിലിറ്ററിക്കാരെ കൊണ്ടുള്ള ബസ്സാണിത് ഈ പോണത്. ഫുള്ള് കാറ്റടിയിട്ടുണ്ട്. മെയിൻ സോഴ്സ് കാറ്റ്, വിൻഡും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സോളാണ് മെയിനായിട്ട് കറണ്ട് ഉണ്ടാക്കുന്നത്. കാറ്റടി എന്നോ പിന്നെ ഇഷ്ടം പോലെ സോളങ്ങളുണ്ട്. ഈ പമ്പിന് മുകളുണ്ടാവും ഇഷ്ടം പോലെ സോളാറിൻ്റെ കൂടെ. പാടം കൊണ്ട് പിന്നെ നികത്തി വെച്ചേക്ക് സോളാർ ഫുള്ള്, അത്ര അധികം ഉണ്ട്. റോബോട്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡെസേർട്ടാണ്. ഫുള്ളും ചുറ്റിനും ഫുള്ള് ഡെസേർട്ടാണ്. വീഡിയോ വെള്ളം ചോദിക്കണേ. വെള്ളം ബൈ ബൈ. ഞാൻ പറഞ്ഞില്ല പൈസ അമ്പലത്തേക്ക് പോയോണ്ടിരിക്കുന്ന വഴിയിലാണ് ഇങ്ങനെ ചുരുളിക്കാറ്റ് പൊളിച്ചാണ് വന്നത്. നല്ല ഇതിലുണ്ട് കേട്ടോ. പകർന്നോണ്ടിരിക്കുന്നു. ഇല്ലില്ല റോട്ടുകൂടി അങ്ങോട്ട് പോയത്. മുകളിൽ റൗണ്ട് കാണണ്ടോ? ഗ്ലാസ് തുറക്കല്ലേ? കാണുന്നതൊക്കെ ഫുള്ള് ചെമ്മരിയാട്ടായിട്ട് കാണുന്നത്. കണ്ടോ ഇതാണ് ഗൈസ് മരുഭൂമി, പക്ക മരുഭൂമി. കണ്ടോ ടൗൺ ഏരിയ ആണിത്. കണ്ടോ ടൗൺ ഏരിയ റനാവുന്ന സ്ഥലമാണ്, ഗ്രാമമാണ്. ഗൈസ് ഒരു മിലിറ്ററി മാനേജറാണ്, മിലിറ്ററി ടീമിന് ആയിക്കോട്ടെ. മിലിറ്ററി ആര് ഒരു ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തോണ്ട് ബോർഡറിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ. ഇതാണ് നമ്മുടെ നോട്ട് ടെമ്പിൾ വന്നേ. ഇവിടെയാണ് യുദ്ധത്തിന് മിലിറ്ററി കാര്യം നമ്മുടെ ഇന്ത്യൻ പട്ടാളം പോകുമ്പോൾ ഇവിടെ വന്ന് തൊഴുതിട്ടാ പോവാ. ഇതിന്റെ ചരിത്രം എന്ന് വെച്ചാൽ ഇവിടെ എന്തോ അറ്റാക്ക് വന്നിട്ട് ഈ ക്ഷേത്രത്തിന് എന്തോ ഇഷ്യൂ ഉണ്ടാവാണ്ടിരിക്കുക, അങ്ങനെ കുറെ എന്തൊക്കെ ചരിത്രമായിട്ട് കാര്യങ്ങളുണ്ട്.
അങ്ങനെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ് ഇവിടെ ടിനോട്ടി. ഇവിടെ നിന്നൊരു 10-20 കിലോമീറ്റർ പോയാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യ പാക് ബോർഡറാണ് വരുന്നത്. ഇതാട്ടെ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗമാണ് വരുന്നത്. കണ്ടോ ആട്ടുമുട്ടികളൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലമാണ്. പാകിസ്ഥാൻ്റെ സാധനമാണ് മൊത്തം. ഇവിടെ വന്ന് വീണിട്ടുള്ള മിസൈലാണ് ഈ കാണുന്നൊക്കെ. രണ്ടെണ്ണം കണ്ടോ. ഇതൊക്കെ ഇവിടുത്തെ ബോംബുകളൊക്കെ ഇവിടെ വന്ന് വീണതാണ്. ഇവിടെ അറ്റാക്കിന് വേണ്ടി വന്നിട്ട് വീണ്ടും എന്താ പൊട്ടാണ്ട് എന്താ അങ്ങനത്തെ സംതിങ് കാര്യങ്ങളാണ്. ഇവിടെ വന്നിട്ട് ഇതൊന്നും പൊട്ടിയില്ല. കണ്ടോ ഇത് യൂസ് ചെയ്ത് കണ്ട മിസൈൽ കണ്ട. എന്താ ടെമ്പിൾ ഉൾഭാഗം. ഇത് പൂജാരി കണ്ട പട്ടാളക്കാരാണ് മൊത്തം ഉള്ള സാറന്മാരെല്ലാം. ഇവിടുത്തെ ഒരു സ്റ്റോണിലുണ്ടാക്കിയതാട്ടെ ഈ ഗ്ലാസ് കണ്ട ഒരു സ്റ്റോണാണിത്. ഇതിന് പ്രത്യേകം വെച്ചാൽ അതിൽ മോര് വെച്ചാൽ തൈരവും കട്ടി തൈരവും അതിൽ വെള്ളമൊക്കെ നമ്മൾ ഇതിൽ കണ്ടോ. ഇതിലൊക്കെ വെള്ളം മറ്റേ മോര് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലത്തെ വെള്ളം അബ്സോർബ് ചെയ്ത് തൈരാക്കി മാറും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം കുറേ സംഭവം കിട്ടും. ഇതൊക്കെ ഒരു 1-2 സാധനമൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ. സംഭാരം ഇതാടെ ഭക്ഷണം കഴിക്കാൻ നമ്മളിതൊരു ഫലൂട മേടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഫലൂടയും പിന്നെ കുട്ടൻ ഐസ്ക്രീം. ഇവിടെ ഇപ്പോൾ ഒരു ഒട്ടക്കരിക്കുന്നുണ്ട് ഇവിടെ കണ്ട. ഐസ്ക്രീം മേടിക്കാന്ന് വെച്ചിട്ടാ 3 ഐസ്ക്രീം മേടിച്ചു. ഫലൂട അവിടെ ഇല്ല. അപ്പോഴാണ് നമ്മുടെ ഒട്ടക സാർ. അത് നമ്മുടെ ഒട്ടക സാർ ഇവിടുത്തെ അവിടെ എന്തോ മൗന വ്രതത്തിനെന്തോ ഉണ്ട് ഉണ്ടോ ഇവിടുത്തെ ഒട്ടക സാർ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കാണ്. കുട്ടനൊക്കെ എന്താ മാന്യത. വീഡിയോ എടുത്തതിനെ കുട്ടൻ്റെ ഒരു കടീൻ്റെ ഐസ്ക്രീം. നമ്മുടെ വണ്ടിയിൽ കയറി നേരെ സാൻഡ് ആൻഡ് ഡ്യൂ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ. അവിടേക്ക് പോവാണ്. നമ്മൾ കണ്ടുപിടിച്ച സ്ഥലമാണ് പറയണേ. അപ്പൊ നമ്മള് അങ്ങനെയുള്ള യാത്ര പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ മരുഭൂമി കണ്ടോ. അതാണ് മരുഭൂമി. അവിടെ നിന്നല്ല എല്ലാ സൈഡിൽ തന്നെയാണ് സംഭവം. നമ്മള് മരുഭൂമിയിലെത്തിയാണ്. കണ്ടോ അവിടെ കുറച്ച് വീടൊക്കെ കാണാണ്ട് അവിടെ ആയിട്ട് പശുക്കുട്ടന്മാര് വേണ്ടി. അപ്പൊ നമ്മൾ പോണത് ഈ ഫോർട്ടിന്റെ മുകളിലേക്കാണ്. ഈ ഫോർട്ടിന്റെ നേരെ പോകുന്നത് ഉണ്ടോ. ഇതാണ് സാം ആൻഡ് ഡ്യൂ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. സാംസൺ ആൻഡ് ഡ്യൂ ജയ്സമീർ പാലസ് ഫോർട്ട് കണ്ടത്. ഞങ്ങളിത് ഇപ്പോൾ ജയ്സമീർ ഫോർട്ടിന്റെ അവിടെയാണ്. അപ്പോ അമ്മയും അമ്മയും കൂടി പാനിപൂരി യുദ്ധത്തിലാണ് അവിടെ. കോപ്പ നമ്പർ 1 അമ്മ ഇതാ കോപ്പ നമ്പർ 2 എന്ന് പറഞ്ഞ് രണ്ടാമത്തതാ കയറ്റി. അമ്മ ഇതാ കണ്ണും തള്ളി അമ്മേനെ നോക്കി. അമ്മത് കോപ്പ നമ്പർ 3 എന്നിട്ട് അടുത്തത് മേടിച്ച്. അമ്മണി ഇവര് തിരിഞ്ഞു നോക്ക് പറ്റണില്ലേ. അപ്പൊ ഗൈസ് നമ്മള് ഫോർട്ടിന്റെ ഉള്ളിലേക്ക് പോകാനൊരു പ്ലാനിലാണ്. കുട്ടനെ പോണത് ഫ്രണ്ടില് അടയും ചക്കരയും പോലെ അമ്മയും അമ്മണിയും. അച്ഛനവിടെ അവിടെ വീഡിയോ എടുത്തോണ്ട് കേട്ടാ. അപ്പൊ ഗൈസ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറിപ്പോയി. പിള്ളേരുണ്ടല്ലോ ഇവിടെ ക്രിക്കറ്റ് കളിയുണ്ട്. ഒരു ഗംഭീര ക്രിക്കറ്റ് കളിയുണ്ട് കണ്ട. അടിപൊളി ക്രിക്കറ്റ് കളി പിള്ളേർ കളിക്കുന്നുണ്ട്. വൈറ്റ് ബോൾ ഉള്ളത്തൊരു ടെമ്പിൾ ആണ് ഇവിടെ കണ്ടത്. ഇഷ്ടം പോലെ പ്രാവുകൾ. ഓരോ ഫ്രെയിമും അടിപൊളി ഫ്രെയിമുകളും. മറ്റേ കൊട്ടാരം ആ സീമ തന്നെ സംഭവം. പാലസിന്റെ ഒരു ഫോർട്ടാണിത്. മനസ്സിലായോ സാധനം. ഒരു ബെസ്റ്റ് തോട്ട് കണ്ടു. ബേൺ യുവർ CD വിത്ത് ഡിജിറ്റൽ ക്യാമറ. സ്റ്റുഡിയോന്റെ പരസ്യമാണിത്. അടിപൊളി സാധനം എന്തായാലും.
ഗോൾഡൻ സിറ്റി എന്നാണ് പറയാ. All are the stone without material, no line, no flow, that interlock up and down stone, and crystal wall. ഫുള്ള് ഇന്റർലോക്ക് ആണ്. നമ്മളിത് ഇവിടെ തിരിച്ചു പോവാട്ടോ. തിരിച്ചിവിടെ സ്പെഷ്യൽ സോഡ ഉണ്ട്, അപ്പൊ അത് കുടിക്കാനായിട്ട് നമ്മള് പോവാണ്. എന്തായാലും ഇവിടത്തൊക്കെ ഇവിടെ അതിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ബാഗ് കൂടെ ഉണ്ട്. ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാ ഇതൊക്കെ. ഇത് കാണുന്നത് രാത്രിയത്തെ ഒരു വ്യൂ ആട്ടോ. ഇവിടെ അടിപൊളി വ്യൂ ആണ്. ഇവിടെ ടെമ്പിളിലൊരു പാട്ടും എന്തൊക്കെയോ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഇവിടുത്തെ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കട നടക്കാനായിട്ട്. ഇവിടെ എന്തൊക്കെയോ സാധനമുണ്ട്. അപ്പൊ ഡ്രസ്സിന് എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ നോക്കാനായിട്ട് ഇവിടേക്ക് ഇറങ്ങിക്കുക പുറത്തേക്ക്. ഇവിടെ ജസ്റ്റ് ഒരു വാക്ക് പോവാന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു വഴി കൂടെ നടക്കുന്നത്. ഇത് കാണുന്നത് രാത്രിയത്തെ ഒരു വ്യൂ ആട്ടോ. ഇവിടെ അടിപൊളി വ്യൂ ആണ്. ഇവിടെ ടെമ്പിളിലൊരു പാട്ടും എന്തൊക്കെയോ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഇവിടുത്തെ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കട നടക്കാനായിട്ട്. ഇവിടെ എന്തൊക്കെയോ സാധനമുണ്ട്. അപ്പൊ ഡ്രസ്സിന് എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ നോക്കാനായിട്ട് ഇവിടേക്ക് ഇറങ്ങിക്കുക പുറത്തേക്ക്. ഇവിടെ ജസ്റ്റ് ഒരു വാക്ക് പോവാന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു വഴി കൂടെ നടക്കുന്നത്. ഇവിടുത്തെ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോണത്. ഇവിടെ എന്തൊക്കെയോ കാണാണ്ട് കണ്ട് പുള്ളി നമ്മളെ കൊണ്ടുപോവാണ്. ഉണ്ടോ, ഇത് ഫുള്ള് വീടുകളാണ്. ഫുള്ള് വീടുകൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തെ വീടുകളാണ്. ഇവിടെ എന്താ പൊളിച്ചു വെച്ചിട്ടാ. എന്തുകൊണ്ട് ആറും മണലൊക്കെ കാണുന്നേ. ഫോർട്ട് ജയ്സാൽമീറിലെ ഒരു ഗല്ലിയാണ് നമ്മുടെ അവിടുത്തെ ടൗണിനുള്ളിലത്തെ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിലെ ഈ ബ്രാഹ്മിൻസിന്റെ വീടുകളൊക്കെ ഇരിക്കുന്ന അതേ രീതിയിലുള്ള ചെറിയ ചെറിയ റോഡുകൾ. ഇതില് നിർമ്മാണ രീതിയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം എത്ര മനോഹരമായിട്ട് 860 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ നിർമ്മിതികളാണിത് മുഴുവൻ, അതിഗംഭീരമായിട്ട്. അപ്പോ ഇപ്പൊ ഞങ്ങൾ ജയ്സാൽമീറിലാണ്. ജയ്സാൽമീർ ടൗണിനുള്ളിലാണ്. ടൗണിലുള്ള ഗല്ലിയാണിത്. ഈ വീടുകളുണ്ടായിട്ടുള്ള നമ്മുടെ അഗ്രശാലകളൊക്കെ ഉണ്ടല്ലേ ബ്രാഹ്മിൻസിന്റെ, അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത് മുഴുവനും ഒരേ കളർ കല്ല്, അതായത് സാൻഡ് സ്റ്റോൺ എന്നാണ് ഇതിന് പറയാം. ഇത് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ദൂരത്ത് മാർബിള് ഗ്രാനൈറ്റ് ഒക്കെ കുഴിച്ചെടുക്കുന്ന പോലെ ഒരു പ്രത്യേക ഏരിയയിൽ കുഴിച്ചെടുക്കുന്ന കല്ലുകളാണ് ഇത് മുഴുവൻ. അതുകൊണ്ടാണ് അതിന്റെ ആർട്ട് വർക്ക് ചെയ്തിട്ട് വളരെ ഭംഗിയില് ഒരേ രീതിയിൽ ഒരു വീടിന് പോലും ഒരു മാറ്റില്ല, എല്ലാം ഒരേപോലെ. ഓക്കെ, അല്ല മഞ്ഞനായിട്ടുള്ള വഴി ഇത് ഈ ലെഫ്റ്റ് ഈ ബൈക്ക് വഴി. അപ്പോൾ ഡേ 12 ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ചധികം കണ്ടന്റ് ഇന്ന് ഇപ്രാവശ്യം ഉണ്ട് നമുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. ഡേ 13 ആയിട്ട് നമുക്ക് നാളെ കാണാം. കുറച്ച് ബിക്കാനീർ റാറ്റ് ടെമ്പിളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു യാത്രയാവും. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.